ഹായ് ഹലോ. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ചുമ്മാ പൊട്ടുവൽ. സൺഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഡെർമക്കോൻ്റെ 10% നിയാസിനമൈഡ് സീറമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ യൂസ് ചെയ്ത് വരുമ്പോഴാണ് മുഖത്ത് ഒരു തെണ്ടി വന്നിരിക്കുന്നത് കാണുന്നത്. ഇപ്പോൾ കാണും, കണ്ടോ? അതിനുശേഷം എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത ഡിജിഗ്ലോയുടെ ലിപ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം ഡോട്ട് ആൻഡ് കീൻ്റെ ഞാൻ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാക്മേയുടെ പീച്ച് മീറ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഞാനൊരു 2 ഇയേഴ്സായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതന്നെ യൂസ് ചെയ്യാറ്. മോയ്സ്ചറൈസർ ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്തത് ചാപ്റ്റിക്സിൻ്റെ SPF 15 ഉള്ള ഒരു ലിപ് ബാമാണ്. ഇതും എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതിനുശേഷം ഞാൻ അക്വലോജിക്കേൻ്റെ സൺസ്ക്രീമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഭൂതത്തെ കൂട്ടായിട്ടുണ്ട് ഞാനിത് ചെയ്തിട്ടിപ്പോൾ. അത് കഴിഞ്ഞ് കണ്ണെഴുതി. പക്ഷേ ഫോണിൽ നോക്കി കണ്ണെഴുതാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നേരെ എഴുതിയിട്ട് ഞാൻ വന്നു. അത് കഴിഞ്ഞ് അത് മസ്റ്റാണ്. പൊട്ടില്ലാതെ എവിടെയും ഞാൻ പോകാറില്ല. അത് കഴിഞ്ഞിട്ട് ലിപ്പ് ലൈനർ ഇട്ടു. മാർസിൻ്റെ ലിപ്പ് ലൈനറാണ്. ഷെയ്ഡ് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഇതും മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് പുതിയതായതുകൊണ്ട് എനിക്കിത് ഇട്ട പോലെ തോന്നുന്നില്ല. ചുണ്ടിലുണ്ടെന്നേ എനിക്ക് തോന്നുന്നില്ല. ഇത് മാർസിൻ്റെ ഡ്രിപ്പ് മിസ്റ്റാണ്. മൽബറി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിർത്തിയിട്ടില്ല. അത്രയും ഇഷ്ടം എനിക്ക് ആ ഡ്രിപ്പ് മിസ്റ്റ്. അത് കഴിഞ്ഞ് സ്ഥിരം ഹെയർ സ്റ്റൈൽ, മുടി ഒന്ന് അഴിച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് ചീവി വെച്ചു. സുന്ദരിയായി. അപ്പോൾ ബൈ ബൈ.